നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ്, അമിത ചിന്തയെക്കുറിച്ച്. നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ ഒരു 10,000-കണക്കിന് ചിന്തകളാണ് ദിവസവും വന്നു പോകുന്നത്. ഇതിൽ കുറേയധികം ചിന്തകൾ അത് പോസിറ്റീവാണ്, കുറെ ചിന്തകൾ നെഗറ്റീവാണ്. പക്ഷെ കൂടുതലും നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരേ ചിന്തകൾ ഒരുപാട് തവണ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ സമ്മർദ്ദത്തിലാക്കുകയും മനസ്സ് ക്ഷീണിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ഒരേ ചിന്തകൾ വരുന്നത് വലിയ അപകടമാണ് എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഭാവിയെക്കുറിച്ചുള്ള ഭയം. അതായത് നമുക്ക് ഭാവിയിൽ ഇനി വരാൻ പോകുന്ന, അതായത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ച് അത് സംഭവിക്കും എന്ന് ഭയന്നുകൊണ്ട് ജീവിക്കുക, അതൊരു വലിയൊരു മാനസിക പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വരാനുള്ളത് വരും. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ തന്നെ ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ സമ്മർദ്ദത്തിലാക്കണ്ട, മനസ്സിനെ സമ്മർദ്ദത്തിലാക്കരുത്. വരാനുള്ളത് വരും. അതിനെക്കുറിച്ച് നമ്മൾ യാതൊരു ഉത്കണ്ഠയും നമുക്ക് പാടില്ല എന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമല്ല. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സമയത്തിന് വിട്ടുകൊടുക്കുക എന്നതാണ്. സമയമാകുമ്പോൾ ചില കാര്യങ്ങൾ നടക്കും, ചില കാര്യങ്ങൾ നടക്കാതെ. അതെല്ലാം സമയത്തിന്റെ കയ്യിലാണ്. അതിനൊന്നും നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നതാണ്. നാലാമത്തെ ഒരു കാര്യം, പ്രവർത്തനം തുടങ്ങൂ എന്നതാണ്. നമ്മൾ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചിരിക്കുമ്പോൾ ആ ചിന്തയിൽ നമ്മുടെ മനസ്സ് കുടുങ്ങിപ്പോകുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും പുറത്ത് കടക്കാൻ പറ്റാത്ത വിധം നമ്മൾ അതിൽ മുങ്ങിപ്പോകുന്നു. അതുകൊണ്ട് പ്രവർത്തിക്കുക, ആക്ഷൻ എടുക്കുക എന്നതാണ്. ചെറിയ പ്രവർത്തനം പോലും, ചെറിയ ഒരു ആക്ഷൻ പോലും വലിയ മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ ചിന്തിച്ചിരിക്കാതെ ആക്ഷൻ തുടങ്ങും, പ്രവർത്തനം തുടങ്ങും എന്നതാണ്. അടുത്തൊരു കാര്യം, ഇപ്പോൾ ജീവിക്കൂ എന്നതാണ്. അതായത് കഴിഞ്ഞു പോയ കാലം, ഭൂതകാലം നമ്മുടെ കയ്യിലല്ല. അത് കഴിഞ്ഞു പോയതാണ്. അതിൽ യാതൊരു മാറ്റവും നമുക്കിനി വരുത്താൻ സാധ്യമല്ല. പിന്നെ ഉള്ളത് ഭാവിയാണ്. ഭാവിയെ കുറിച്ച് നമുക്ക് ഇപ്പോൾ തന്നെ ഒന്നും പ്രവചിക്കാൻ സാധ്യമല്ല. അത് കാലത്തിന്റെ കൈകളിലാണ്. അത് എങ്ങനെ സംഭവിക്കണം, എന്ത് സംഭവിക്കണം എന്നൊക്കെ കാലമാണ് തീരുമാനിക്കുന്നത്. പക്ഷെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് പ്രസന്റ് മാത്രമാണ്, വർത്തമാനകാലം മാത്രമാണ്. അപ്പോൾ ഈ വർത്തമാനകാലത്തിൽ ജീവിക്കുക, പ്രസന്റിൽ നാം ജീവിക്കുക. പ്രസന്റിൽ നാം ഭാവിയെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ സന്തോഷം കൂടി നമ്മൾ കളയുകയാണ്. നമ്മുടെ ജീവിതം നരക തുല്യമാക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പ്രസന്റ് ആണ്. പ്രസന്റിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നതാണ്, സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നാം അനുവദിക്കരുത് എന്നതാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഓവർ ചിന്ത, അമിതമായ ചിന്തകള്, ഓവർ തിങ്കിങ്ങിനെ നമുക്ക് മറികടക്കാൻ കഴിയും എന്നതാണ്. താങ്ക് യു വെരി മച്ച്.